മലയാള സിനിമയിൽ ലൈക് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെഫിനറ്റ്ലി ആസ് ഫിലിം മേക്കേഴ്സ് നമുക്ക് നമ്മളെ തന്നെ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുക, നമ്മളെ തന്നെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അത് പഴയ പോലെ ആലോചിച്ചിട്ട് കാര്യമില്ല, അതിലൊരു സംശയമില്ല. ഓഡിയൻസും വേ ഹെഡാണ്. അതിലൊരു ഓഡിയൻസിന് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാനേ പറ്റില്ല. അവരും എക്സ്പോസ്ഡ് ആണ്, വേൾഡ് സിനിമ കാണുന്നുണ്ട്, ബുക്കുകൾ വായിക്കുന്നുണ്ട്, ഇതുപോലുള്ള ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ തന്നെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ബിഗ് ഫീറ്റ്. അപ്പോൾ അങ്ങനെ ഇവോൾവ് ആയി വന്നിരിക്കുന്ന ഒരു ഓഡിയൻസ് തന്നെയാണ് നമ്മൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ആസ് ഫിലിം മേക്കേഴ്സ് നമ്മളും അതിനെ ഹെഡായിട്ട് തന്നെ പുഷ് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിന് എങ്ങനെ സിനിമ റിഫ്ലക്ട് ആവുന്നുള്ളത് സിനിമ എടുത്താലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ അതിന് ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നുണ്ട്, അതിനൊരു സംശയമില്ല, നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. ഇതുപോലൊരു ബുക്ക് ഫെസ്റ്റിവലിൽ വന്നതോട് ചോദിക്കുകയാണ്, വായിച്ച് മതിയാവാത്ത ഒരാളാണ് ഇനിയും വായനയോടെയാണോ സ്വയം? ഇല്ല, ഞാൻ പണ്ട് കുറെ വായിക്കുമായിരുന്നു. ഈ കോളേജിലൊക്കെ എത്തി ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ കുറച്ച് അലമ്പുമായി സിനിമയും അല്ലെങ്കിൽ വായനയൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതിൻ്റെതായ ഉഴപ്പുകളൊക്കെ ആയിട്ട് പക്ഷെ വിഷ്വൽ മീഡിയത്തിലേക്ക് സിനിമയൊക്കെ ആയിട്ട് എപ്പോഴും കണക്റ്റഡായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ വായന എന്ന് പറയുന്ന ശീലം ഭയങ്കരമായിട്ട് താഴോട്ടാണ് പോകുന്നത്. പണ്ട് കുട്ടിക്കാലത്ത് ഒരുപാട് വായിക്കുമായിരുന്നു. അന്നത്തെ ഒരു വിധപ്പെട്ട ഈ ബാലസാഹിത്യങ്ങളും പഴയ മാർക്ക് ട്വെയിൻ, റസ്കിൻ ബോണ്ട് അല്ലെങ്കിൽ ബഷീർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുക്കുകളൊക്കെ ലൈബ്രറിയിലും അച്ഛനും അമ്മയൊക്കെ ബുക്ക് വാങ്ങിച്ചു തരാനൊക്കെ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അവർ നന്നായിട്ട് വായന പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് ഒരുപാട് ഇതിലൊക്കെ നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിരുന്നു. പക്ഷെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ആയിട്ട് അത് താഴോട്ടാണ്. പക്ഷെ സിനിമ കാണുന്നുണ്ട്, ഡെഫിനറ്റ്ലി ഈ അപ്ഡേഷനും അപ്സ്കില്ലിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. പക്ഷെ വായന എന്ന് പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥമായി കുറ്റസമ്മതം നടത്തുന്നത് താഴോട്ട് തന്നെയാണ്. പക്ഷെ ആ ശീലം നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാന്ന് ചെയ്യാൻ കുറച്ച് ആത്മാർത്ഥമായിട്ട് നമ്മളൊരു എഫേർട്ട് എടുക്കണം. ആ എഫേർട്ട് എടുത്താലേ ആ ശീലത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു ലൈഫ് സ്റ്റൈലായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ വായിക്കാനും കൂടെ സമയം കണ്ടെത്തി അതിനൊരു എഫേർട്ട് എടുക്കാന്ന് പറയുന്നത് എളുപ്പമല്ല. തീർച്ചയായിട്ടും ആ എഫേർട്ട് എടുത്ത് തിരിച്ച് ആ ശീലത്തിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം വായിച്ചതുകൊണ്ടുള്ള ഗുണങ്ങൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരുപാട് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട്. വായന എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും ക്യാരക്ടർ ഫോർമേഷൻ ആണെങ്കിലും നമ്മുടെ ഒരു ചിന്താഗതികളൊക്കെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മീഡിയം തന്നെയാണ്. അതിന് സംശയമില്ല. ആ ശീലം തിരിച്ച് കൊണ്ടുവരണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമുണ്ട്. ഞെട്ടിക്കാനായിട്ട് നമുക്ക് ബാബുവിനും ദിൽജിത്തും ഒക്കെ ഉണ്ട്. സെൻസ് ഓഫ് ഹ്യൂമറിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അധികം പേര് ഇല്ല ബേസിലിനെ പോലെ. അപ്പം ഹ്യൂമർ ടോണർ കംപ്ലീറ്റ്ലി കിട്ടോ? ഇല്ല, അടുത്ത ഡയറക്ടറി സിനിമ അതൊക്കെ തന്നെയായിരുന്നു. ഒരു താങ്ക് യു.